ആലപ്പുഴ അരുക്കുറ്റി വടുതലയിൽ മുൻവൈരാഗ്യത്തെ തുടർന്ന് വീട്ടിൽ കയറിയ ആക്രമണമെന്ന് പരാതി. അരുക്കുറ്റി സ്വദേശി പ്രകാശന്റെ വീട്ടിൽ കയറി അയൽവാസി അടങ്ങുന്ന സംഘം മാരകായുധങ്ങളുമായി ആക്രമിച്ചു. അടിപിടിയിൽ ഇരു വീടുകളിലുമായി 5 പേർക്ക് പരിക്കേറ്റു. തലയ്ക്ക് കമ്പിവടിക്ക് അടിയേറ്റ അരുക്കുറ്റി സ്വദേശി രജനിയുടെ നില ഗുരുതരമാണ്. മകൻ വിഷ്ണുവിന്റെ കാലൊടിഞ്ഞു. വിവരങ്ങളുമായി അമൽ സുരേന്ദ്രൻ ചേരുന്നുണ്ട്. അമൽ, അയൽവാസികൾ തമ്മിലുള്ള അടിപിടിയാണ്, അത് ഗുരുതരമായ ഒരു തലത്തിലേക്ക് മാറിയിരിക്കുന്നു. എന്താണ് വിവരങ്ങൾ? ല്ല ഇവർ ബന്ധുക്കളും കൂടിയാണ്. ഏതായാലും ആ ഒരു ആക്രമണത്തിന്റെ വീട്ടിൽ കയറി ആക്രമിക്കുന്നതിന്റെ ദൃശ്യങ്ങളെല്ലാം പുറത്തു വന്നിട്ടുണ്ട്. അങ്ങേയറ്റം നടുക്കത്തോടു കൂടി മാത്രമേ ആ ദൃശ്യങ്ങൾ നമുക്ക് കാണാൻ സാധിക്കുകയുള്ളൂ. പ്രത്യേകിച്ചും വാക്കത്തി ഉപയോഗിച്ച് വെട്ടുക പോലും ചെയ്തിട്ടുണ്ട്. അതിൽ വെട്ടേറ്റ ഒരാൾ ഇപ്പോഴും ആശുപത്രിയിലാണ്. ഇതിൽ ഗുരുതരമായിട്ട് ഉള്ളത് രജനിയാണ്. അതായത് പ്രകാശന്റെ ഈ വീട്ട് ഉടമസ്ഥനാണ് പ്രകാശന്റെ ഭാര്യ രജനി. 51 വയസ്സാണ് ഇവർക്ക്. ഇവരുടെ നിലയാണ് ഇപ്പോൾ ഗുരുതരമായിരിക്കുന്നത്. കോട്ടയം മെഡിക്കൽ കോളേജിലാണ് ഇപ്പോൾ രജനി ഉള്ളത്. കഴിഞ്ഞ തിങ്കളാഴ്ചയായിരുന്നു ഇത്തരത്തിലുള്ള സംഭവം ഉണ്ടായത്. മുൻവൈരാഗ്യമാണ് ഇത്തരത്തിൽ വീട്ടിൽ കയറിയുള്ള ഒരു ആക്രമണത്തിന് ഇടയാക്കിയെന്നാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. അയൽവാസിയായിട്ടുള്ള ബന്ധുവിന്റെ മറ്റൊരു വീട്ടിലുള്ള കുടുംബാംഗങ്ങൾ ഇങ്ങോട്ടേക്ക് വന്ന് ഇവരുടെ പ്രകാശന്റെ വീട്ടിലേക്ക് ഇടിച്ചു കയറി വന്ന് വാതിൽ ചവിട്ടിപ്പൊളിച്ച് വീട്ടിൽ കയറി ആക്രമിക്കുകയായിരുന്നു. വീട്ടിലെ ഉപകരണങ്ങളെല്ലാം ഇവർ നശിപ്പിച്ചിട്ടുമുണ്ട്. ഏതായാലും 2 കുടുംബത്തിലും പെട്ട ആളുകൾക്ക് പരിക്കേറ്റിട്ടുണ്ട്. അരുക്കുറ്റി പഞ്ചായത്തിലെ 7ാം വാർഡിൽ വിഷ്ണുഭവനിൽ പ്രകാശിന്റെ വീട്ടിലാണ് ഈ ഒരു സംഭവം ഉണ്ടായത്. കഴിഞ്ഞ തിങ്കളാഴ്ച രാത്രി 12 മണിയോടുകൂടിയാണ് ഈ ഒരു സംഭവം ഉണ്ടായത്. ഏതായാലും കഴിഞ്ഞ കുറച്ച് നാളുകളായി ഇവർക്കിടയിൽ ചില തരത്തിലുള്ള വാക്ക് തർക്കങ്ങളും ചില ബന്ധുക്കൾക്കിടയിൽ ഉണ്ടാകാൻ സാധ്യതയുള്ള പ്രശ്നങ്ങളെല്ലാം ഉണ്ടായിരുന്നു. അതിനെ തുടർന്ന് പഞ്ചായത്ത് അംഗം ഇടപെട്ട് ഒരു പ്രശ്ന പരിഹാരത്തിന് ശ്രമിച്ചിരുന്നു. പിന്നീട് പോലീസ് ഇടപെട്ടിരുന്നു. അതിനും ശേഷമാണ് ഇപ്പോൾ ഇത്തരത്തിലുള്ള ഒരു സംഘർഷത്തിലേക്ക്, അതും മാരകായുധങ്ങൾ ഉപയോഗിച്ചുള്ള ഒരു സംഘർഷത്തിലേക്ക് ഈ സ്ഥിതിഗതികൾ നീങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ഏതായാലും പോലീസ് ഇപ്പോൾ ഇരു കൂട്ടർക്കുമെതിരെ പരാതി ലഭിച്ചതിനെ തുടർന്ന് കേസെടുത്തിട്ടുണ്ട്. ഹർഷൻ. അമൽ സുരേന്ദ്രനാണ് വിവരങ്ങൾ നൽകിയത്.